ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ ക്രിസ്മസിൻ്റെ അവധിക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ അടച്ചിരിക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും വിരുന്നുകാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സുന്ദരി കൊഴുക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധാരണ കൊഴുക്കട്ട എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കൊഴുക്കട്ടയാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് കൂടി തരിക. അതിനായിട്ട് ഞാൻ അര കപ്പ് മന്തി റൈസാണ് എടുത്തിരിക്കുന്നത്. അതായത് നീളമുള്ള റൈസ് ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അത് അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് കുതിരാനായിട്ട് വെക്കണം. അതിലേക്ക് കളറിന് വേണ്ടി ഒരു പിഞ്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഫുഡ് കളർ അത് ചേർത്താലും മതി. ഒരു 15 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി. അല്പം കളറിന് മഞ്ഞ കളറും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. അരിപ്പൊടിയുടെ അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന കണക്ക് നമുക്ക് വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇടിയപ്പത്തിൻ്റെയും ഉള്ള മാവ് തയ്യാറാക്കില്ല, അതേപോലെ കുഴച്ചെടുത്താൽ മതി. കുറേശ്ശെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമുക്കിനി ഇത് കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിന് അടച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്കൊരു പാൻ വെച്ച് 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും കിസ്മിസും ഒക്കെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളെ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഈ നട്ട്സൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ചെറിയ തേങ്ങ ഏകദേശം 1.5 കപ്പോളം വരും. ഇത് അതിലേക്ക് പിന്നെ ശർക്കര, പൊടിച്ച ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. ശർക്കരയുടെ അളവും തേങ്ങയുടെ അളവും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. മധുരം അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അല്പം ഏലക്ക പൊടിച്ചതും ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ഞാൻ പഞ്ചസാര ചേർത്താണ് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി. അതാണ് ആ വെള്ള കളറിലിരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളം ഒന്ന് ഡ്രൈ ആയി വന്നാൽ മതി ഇതൊക്കെ ഒന്ന്. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അല്പം തണുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ബോളുകളാക്കി ഉരുട്ടി വയ്ക്കാം. ഇത് ഫില്ലിങ്ങിനായിട്ട് നടുക്ക് വെച്ച് കൊടുക്കാനുള്ളതാണ്. ചെറിയ ചൂടുണ്ട്, അതാണ് ഞാൻ പയ്യെ ഉരുട്ടുന്നത്. ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മാവ് ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നല്ല കുറച്ചുകൂടി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതാ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിൽ വെച്ച് നമുക്കിതേപോലെ ഒന്ന് ഒരു ചപ്പാത്തിക്ക് എടുക്കുന്ന മാവിൻ്റെ നിന്ന് അല്പം കൂടെ വലുപ്പത്തിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അതിലേക്ക് നേരത്തെ ഉരുട്ടി വെച്ച ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ശർക്കരയും തേങ്ങയൊക്കെ ഉള്ള മിശ്രിതം നമ്മൾ നടുക്ക് വെച്ച് കൊടുത്ത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് നമുക്ക് റൗണ്ടാക്കി ഷേപ്പാക്കി എടുക്കാം. നിങ്ങൾക്ക് ഈ മഞ്ഞ കളർ ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ വെള്ള കളറിൽ ഇതേപോലെ കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാം. മഞ്ഞ ചേർക്കാതിരുന്നാൽ മതി. ഇത് നല്ല റോളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു രീതിയിൽ നമുക്കിത് തയ്യാറാക്കാം. ഇതേപോലെ വിരൽ വെച്ച് ഇതേപോലെ ഒരു കുഴി ഉണ്ടാക്കി ഈ രീതിയിൽ നമുക്ക് ഫില്ലിങ് വെച്ച് ബോളാക്കി റൗണ്ടാക്കി എടുക്കാം. ഇതേപോലെ എല്ലാം ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ ഇതേപോലെ ബോളാക്കി എടുക്കാം. ഇത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന അരി വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് അല്പം വെള്ളം തോരാനൊക്കെ വെച്ച് അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതാണ്. ഇത് നമുക്ക് അല്പം ചെറിയൊരു നനവുണ്ട്. നമുക്ക് ഈ റോളിൻ്റെ ഇപ്പോൾ കാണാൻ ഒരു ഭംഗിയില്ലെങ്കിലും നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇതിൽ റോൾ ചെയ്ത് എല്ലാം ഇതേപോലെ റൈസിൽ റോൾ ചെയ്ത് ഇത് അല്പം വെള്ളം നനവുള്ളതുകൊണ്ട് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. ഇത് നമുക്ക് ഇതേപോലെ എല്ലാം നമുക്ക് റോൾ ചെയ്ത് മാറ്റി വയ്ക്കാം. എല്ലാത്തിലും ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം.
ഞാൻ ഇഡ്ഡലി പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് വാഴയില ഇട്ടിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ കൂടെ വരും വാഴയിലയുടെ. ഇതെല്ലാം വെച്ചൊരു 15-20 മിനിറ്റ് വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞ് ഇതാ കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ എന്ത് ഭംഗിയല്ലേ. റൈസ് ഇത് അരിയാണെന്ന് പറയുമോ, വെന്ത് നല്ല ഭംഗിയായി സുന്ദരി കൊഴുക്കട്ടയായിട്ട് വന്നിട്ടുണ്ട്. കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഫില്ലിംഗ് എല്ലാം കറക്റ്റ് നടുക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇതേ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.